നമസ്കാരം. പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. തുഷാര കൊലക്കേസ് ഇന്നാണ് വിധി പ്രഖ്യാപിച്ചത്. തുഷാര എന്ന പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിഭീകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ പട്ടിണി കിടന്ന് മരണം വരിക്കേണ്ടതാണ് വന്നത്. ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് തുഷാരയെ പട്ടിണി കെട്ടു കൊന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുള്ള തുഷാരയ്ക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നത് വളരെയധികം ദാരുണകരമായിരുന്നു. 2 കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് പോലും ആ വീട്ടിൽ ഒരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. സ്ത്രീധനത്തിൻ്റെ പേരിൽ തുഷാരയെ വളരെയധികം ഭീഷണിപ്പെടുത്തുകയും പട്ടിണിക്കിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മരണത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. 2 കുഞ്ഞുങ്ങളൊക്കെ ആയാൽ ഒരു മാതാവിൻ്റെ അവസ്ഥ ഓർത്തു നോക്കൂ. 2 കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് അവർക്ക് വേണ്ട ഭക്ഷണവും കൊടുത്ത് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരമ്മ. ആ അമ്മ ഒരു തുള്ളി വെള്ളമോ ഒരു ഭക്ഷണവും ഇല്ലാതെ ഒരു വീട്ടിൽ കഴിഞ്ഞു എന്നുള്ളത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? പക്ഷേ ഇവിടെ നടന്നത് അതുതന്നെയായിരുന്നു. ഭർത്താവും ഭർത്തൃമാതാവും കൂടി ചേർന്നുകൊണ്ട് സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള പേരിൽ ആ പെൺകുട്ടിയെ പട്ടിണിക്കിടുകയായിരുന്നു. ഈ കേരളത്തിൽ തന്നെയാണോ ഇത് നടന്നതെന്ന് പോലും സംശയം തോന്നും. അത്രയ്ക്ക് മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ ഇവരെ ഈ തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ്. 1 ലക്ഷം രൂപ പിഴയും. ഇതിനപ്പുറം കിട്ടാവുന്ന വധശിക്ഷ വരെ കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് തുഷാരയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം അത്രയധികം വേദന തോന്നിയ ഒരു അച്ഛനും അമ്മയുമൊക്കെ. തുഷാരയുടെ വീട്ടുകാർ ആ ഭവനവുമായിട്ട് യാതൊരു വിധിയിലും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കർക്കശമായിരുന്നു. ചന്തുലാൽ എന്ന ഭർത്താവിന് തുഷാരയുടെ വീട്ടുകാർ ആരും വരുന്നതും കാണുന്നതും അവരോടൊത്ത് ഇടപഴകുന്നതും ഇഷ്ടമല്ലായിരുന്നു. അവരാരെങ്കിലും വന്നാൽ അവരെ തെറി പറയുകയും അനാവശ്യ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഓടിക്കുകയും കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുകയും പലവിധമായിട്ടുള്ള ഭീഷണികളും പലവിധമായിട്ടുള്ള പ്രതിസന്ധികളും സൃഷ്ടിച്ചുകൊണ്ട് തുഷാര ആ ഭവനത്തിൽ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയും കഴിയേണ്ട സാഹചര്യമില്ല. ഇത്തരത്തിലാണ് തൻ്റെ മകൾ മറ്റൊരു വീട്ടിൽ കഴിയുന്നതെന്ന് കണ്ടാൽ ആ ക്ഷണത്തിൽ തന്നെ കുഞ്ഞിനെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരുവാൻ മാതാപിതാക്കൾ തയ്യാറാകുക തന്നെയാണ് വേണ്ടത്. കാരണം ഇക്കാലത്ത് സ്വന്തം വീട്ടിൽ വളർന്നു വന്ന മകൾക്ക് മറ്റൊരു വീട്ടിൽ കഴിയേണ്ടി വരിക അത്രയും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരിക്കും. അതാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഷൈനിയുടെയും അഡ്വക്കേറ്റ് ജിസ്മോളുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ മരണമൊക്കെ ഇതിന് തെളിവുകളാണ്. സാമ്പത്തിക സ്ഥിതി ഉള്ള വീടുകളിലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത വീടുകളിലുമൊക്കെ സമാനമായ അവസ്ഥകൾ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെ കാണിക്കാത്ത ഭർത്താവിനെയോ വീട്ടുകാരെയോ ഒട്ടും ഭയക്കാതെ തിരിച്ച് സ്വന്തം ഭവനത്തിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ മറ്റു വഴികളിൽ അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ചെയ്തുകൊണ്ട് മക്കളുടെ ഭാവി അവരുടെ ജീവന് ഭീഷണിയില്ലാത്ത രീതിയിൽ മുൻപോട്ട് കൊണ്ടുവരാൻ മാതാപിതാക്കൾ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വന്തം കൺമുൻപിൽ മക്കൾ മരണമടയുന്ന പട്ടിണി കിടന്ന് മരണമടയുന്ന അവസ്ഥ കാണേണ്ടി വരും. എത്ര ദയനീയമാണിത്.